ഇപ്പഴാകുമ്പോ നമ്മൾ മാത്രം വിഷമിച്ചാ മതി. നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞും കൂടി വന്ന് വെറുതെ അതും കൂടെ എന്തിനാ? അമ്മായി പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞാൽ ചിലപ്പോ ഇനിയും തടിച്ചു എന്നൊക്കെ വരും. അപ്പൊ ഇപ്പഴേ പിരിയണ നല്ലത് പ്രകാശ് ചേട്ടാ. വെറുതെ എന്തിനാ അപ്പോഴത്തേക്ക് വെക്കണ? പൊന്ന അമ്മയും പ്രിയും പറഞ്ഞു കേട്ടിട്ടാണോ ഈ ഡിവോഴ്സ് നിൽക്കണ? ഇങ്ങോട്ട് നോക്ക്. ആണോ? പ്രകാശ് ചേട്ടനെ നിസ്സാര കാര്യമായിരിക്കും. എനിക്ക് അവർ രണ്ടുപേരും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവരുടെ നീ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ തടിയും കൂടെ നാട്ടുകാർക്കായിരുന്നു പ്രശ്നം. അതാ ഒരാൾ തടി കൂടണം കുറയുന്നതും അയാളുടെ കുറ്റാണോ? ഞാൻ എത്ര വട്ടം ശ്രമിച്ചാന്ന് പ്രകാശ് ചേട്ടൻ അറിയണല്ലേ. ഇത്രയ്ക്ക് പൊട്ടിയാവരുത് കേട്ടോ. എടി, ലോകത്ത് ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസമുള്ള ആദ്യത്തെ ഭാര്യയും ഭർത്താവും അല്ല നമ്മൾ. അതൊന്നും എൻ്റെ തലേക്ക് ആദ്യം കയറ്റി. എത്ര ആളെ വേണം? ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പുഷ്പേടത്തിമിന് മുരളേട്ടനെ കണ്ടിട്ടില്ലേ? അങ്ങനെ എത്ര ആളുണ്ട്? കേക്കുണ്ടോ? വേണ്ട പ്രകാശ് ചേട്ടാ, ഇത് ശരിയാവില്ല. നമുക്ക് പഴയ പോലെ സ്നേഹിച്ച് കഴിയാം. കല്യാണം നമുക്കിടയിൽ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അമ്മ ഇങ്ങനെ പറയണ ആദ്യമായിട്ടൊന്നല്ല. നമ്മുടെ രമ ചേച്ചി അടുത്ത് എൻ്റെ തടിയെക്കുറിച്ച് അടുക്കളയിൽ നിന്ന് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മായിക്ക് ഇതൊക്കെ കല്യാണത്തിന് മുന്നേ അറിയാറുന്നില്ലേ? ഇപ്പോഴാണോ എൻ്റെ തടിയൊക്കെ അവർ കാണുന്നത്? സ്നേഹിക്കാനേ ഒന്നിച്ച് താമസിക്കുക കല്യാണം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലേ ഞാൻ ഇത് കേൾക്കേണ്ടി വരും. ഈ ഇപ്പൊ എന്താ പറഞ്ഞത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ആലോചിച്ചിട്ട് പറയുന്നു. യൂസ്വലായിട്ട് മൂവ് ചെയ്താൽ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആയിക്കോളും.